ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മുടെ അങ്കമാലിയിൽ മിറാക്കിൾ ഫാമിലേക്ക് ഒന്ന് വന്നേക്കാണ്. ഇവിടെ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിനകത്തൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ യു കെയിലിരിക്കുന്നവർക്കൊക്കെ പിക്ചറിലൂടെ കണ്ടുള്ള അനുഭവമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാം. അവർ കുറേ പ്ലാന്റ്സൊക്കെ ഓൾറെഡി ഉണ്ട് ഇവിടെ. അപ്പോൾ അത് കുറച്ചൊക്കെ വാങ്ങിച്ചൊന്ന് വീട്ടിലൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു സസ്പെൻസ് ഉണ്ട്. ചേട്ടനെ മാത്രമേ നമ്മളെപ്പോഴും കാണാറുള്ളൂ. ഞാൻ ഇന്ന് ചേച്ചീനെ കൂടെ പരിചയപ്പെടുത്താം. പുള്ളിക്കാരത്തിയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഇൻചാർജ്. ചേട്ടൻ എന്തോ ഒരു പരിപാടിയായിട്ട് പുറത്തേക്ക് പോയിക്കാണ്. എനിവേ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പോഴാണ് കേട്ടോ ഞാൻ മിറാക്കിൾ ഫാമിൽ പോയത്. അപ്പോൾ അങ്കമാലിയിൽ അവർ പുതിയതായിട്ട് ആരംഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അവരുടെ വലിയ ഫാമിൽ പോകാനായിട്ടൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ബ്രാഞ്ച് തുടങ്ങിയപ്പോൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ കരുതി. എന്താണെങ്കിലും ഡെയിലി വരുന്ന എല്ലാ വീഡിയോസൊക്കെ ഞാൻ ഇവരുടെ വാച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനും കുറച്ച് പ്ലാന്റൊക്കെ മേടിച്ച് ഒന്ന് പരീക്ഷിക്കാൻ കരുതി. അപ്പം അങ്കമാലിൽ നമ്മൾ ചാലക്കുടിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇവരുടെ ഇത് വരുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് കയറിയപ്പോഴുള്ള ദൃശ്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കണേ. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നതിൽ നല്ല റിസൾട്ടുള്ള ഒരു സംരംഭമാണ് കേട്ടോ ശരിക്കും മിറാക്കിൾ ഫാം. ഇവരുടെ ആളുകൾ മേടിച്ചുകൊണ്ട് പോയിട്ടുള്ള എക്സ്പീരിയൻസൊക്കെ വീഡിയോസിലൊക്കെ വരുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിൽ ഓറഞ്ച്, ആപ്പിള് എന്നൊക്കെ പറയുന്നത് ഒരു വെറൈറ്റി സാധനമുള്ളൂ. അപ്പോൾ ഇവരത് ആപ്പിളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നതൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് യു കെയിലുള്ളവർക്ക് ഇത് സുലഭമാണേലും നമുക്ക് നാട്ടിൽ അങ്ങനെ ഒരു സംരംഭം ചെയ്യുന്നവർ ഉണ്ടെന്ന് കാണുമ്പോൾ വളരെ സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ ആപ്പിൾ ഒരെണ്ണം മേടിച്ച് പരീക്ഷിക്കാമെന്ന് വെച്ചു. അതുപോലെ മുസാമ്പി, പിന്നെ പല വെറൈറ്റി ഓറഞ്ചുകൾ എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ല വെറൈറ്റി നോക്കി കുറച്ച് പ്ലാന്റുകൾ എടുക്കണം. ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ട് ഇവിടെ. അതായത് ചെറുതും വലുതും ഒക്കെ ഉണ്ട്. ചെറിയ പൈസയുടെ വ്യത്യാസങ്ങളുള്ളൂ. അപ്പോൾ അത് അവർ അതിനുള്ള ഡയറക്ഷനും തരും കേട്ടോ. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വർക്കേഴ്സ് ഉണ്ട്. അവരൊക്കെ നമുക്ക് ആ പ്ലാന്റിനെ കുറിച്ചും അല്ലെങ്കിൽ അതെങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് അതിനെ പരിപാലിക്കണമെന്നും വളവും സംഭവവും എല്ലാ കാര്യങ്ങളും ഉണ്ട് അവിടെ. ഇത് ലെമൺ വൈൻ കെട്ടാനും അച്ചാറിനും ഒക്കെ ഉപയോഗിക്കാം. ചമ്മന്തി ആ സംഭവം. എനിവേ, എന്താണേലും വലിയ ഒരു സ്റ്റോക്കല്ല, എന്നാൽ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ സ്റ്റോക്കുകളുണ്ട്. അവർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു ആപ്പിളിൻ്റെ ട്രീ കേട്ടോ. ആപ്പിളിൻ്റെ ട്രീ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം ഇത് തുടങ്ങിയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ എന്നാലും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റുകൾ നിലവിലുണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് പ്ലാന്റ് ചെയ്താൽ ഒരു 3 വർഷമൊക്കെ സമയമാണ് ശരിക്കും വേണ്ടതെന്ന് തോന്നുന്നു, ഈ ഓറഞ്ചൊക്കെ ഉണ്ടാകാൻ വേണ്ടി. അപ്പം ഞാൻ ഇത്രയും പ്ലാന്റുകൾ ഞാനാണ് സെലക്ട് ചെയ്തു. ഒരു 8-10 പ്ലാന്റുകളുണ്ട്. അതിനകത്ത് മെയിൻലി 3 ടൈപ്പ് ഓറഞ്ച്, ഒരു ആപ്പിള്, പിന്നെ 1-2-3 ഈ നമ്മുടെ ചെറുനാരകം ഉണ്ടല്ലോ, കറിനാരകമല്ല ചെറുനാരകം. അപ്പോൾ അത് എടുത്തു. അപ്പോൾ നമുക്കൊന്ന് നട്ട് നോക്കി പരീക്ഷിച്ച് നോക്കാം. പിന്നീട് ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ എൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങളെ കാണിച്ചു തരാം. മിറാക്കിൾ ഫാമിലി ചേട്ടൻ കാണിക്കുന്ന പോലെയൊക്കെ ഉണ്ടായാൽ വളരെ വളരെ സന്തോഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കല്ലേ. പക്ഷെ ഇവർ ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയ ഒരുപാട് ആൾക്കാരുടെ റിവ്യൂവിൽ ഇഷ്ടം പോലെ ഉണ്ടായത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഓറഞ്ചൊക്കെ ഉണ്ടായി കിടക്കണുണ്ടോ. ഈ പച്ച കളറാണേലും നല്ല മധുരം ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കിയത്. എനിക്കവിടെ മുറിച്ചൊന്നും തന്നില്ല. പിന്നെ അവർ അതെല്ലാം
ക്ലിയർ ചെയ്ത് അതിൻ്റെ മണ്ണൊന്നും പോവാതെ കറക്റ്റായിട്ട് പാക്ക് ചെയ്തൊക്കെയാണ് അവിടെ നിന്ന് നമുക്ക് തന്നുവിടുന്നത് കേട്ടോ. പിന്നെ ഒരു സ്പെഷ്യലായിട്ടൊരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. ഇത് നമുക്ക് അവക്കാഡോ നിലവിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുമെന്നാണ് പറയണത്. അപ്പം ഞാൻ നമ്മുടെ നാട്ടിന് ഇണങ്ങുന്ന ഒരു അവക്കാഡോ തൈ കൂടെ വാങ്ങിച്ചു. ഇതാണ് ആ പ്ലാന്റ് കേട്ടോ. ആ പ്ലാന്റും ഞാൻ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിയപ്പോൾ നന്നായിട്ട് ഗ്രോത്ത് ചെയ്യുന്നുണ്ട്. ഇതും ചിലപ്പോൾ 1-2 വർഷം കഴിയുമ്പോൾ അതിന്മേൽ ഉണ്ടാവുമായിരിക്കും. അപ്പം നിങ്ങൾ എന്താണേലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനൊരു വർഷത്തിനുള്ളിലുള്ള പ്ലാന്റ് ഗ്രോത്തും കാര്യങ്ങളൊക്കെ പറയാം. അത് ഞാൻ പിന്നീടൊരു വീഡിയോ ആയിട്ടിടാം. മിറാക്കിൾ ഫാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനും അത് ട്രൈ ചെയ്യുകയാണ്. പിന്നെ ഇവരുടെ ഒരു ഡയറക്ഷൻസിൽ പോയാലാണ് ഇത്രയും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്. എനിവേ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ ചേച്ചി കേട്ടോ. കണ്ടില്ല എന്നാരും പറയരുത്. പുള്ളിക്കാരത്തി ഞാൻ തോന്നുന്നു നമ്മൾ അങ്കമാലിലെ കാര്യങ്ങളൊക്കെ നോക്കണം. ചേട്ടൻ ബിസിയാണല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ വാങ്ങിച്ചു. ചേച്ചിക്ക് കാശും കൊടുത്തു. സന്തോഷമായിട്ട് ഇനിയും കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങളുടെ വണ്ടിയിൽ അവർ കയറ്റി തന്നു. വണ്ടിയിൽ എപ്പോഴും പ്ലാന്റ് കയറ്റുമ്പോൾ ശ്രദ്ധിച്ച് കയറ്റിയില്ലെങ്കിൽ അത് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർ തന്നെ അത് എനിക്ക് കയറ്റി സന്തോഷമായിട്ട് തന്നു. ഇത് നമ്മുടെ കൂട്ടുകാരനും നമ്മുടെ എല്ലാം ആണ്. ജോമോ എന്നാണ് ചേട്ടൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ ചേട്ടനെ കാണാം. ചേട്ടനൊരു വെറൈറ്റി പേഴ്സണാണ്. അത് നിങ്ങൾക്ക് പിന്നീടുള്ള വീഡിയോയിൽ പുള്ളിയുടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പുള്ളി ഒരു പ്രകൃതി സ്നേഹി മാത്രമല്ല, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾ കൂടിയാണ്. അപ്പോൾ പിന്നെ കാണാം.